ചങ്ങായിമാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ അഭിമാനമായ ശശികല എന്ന വിശകല മാഡത്തെ കുറിച്ചാണ്. മലയാളികളുടെ ഓരോ മലയാളിയുടെ അഭിമാനമായ ജാതിയും മതവും നോക്കാതെ മലയാളികൾ ഒത്തിരി ഒരുമിച്ചൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വിശകല മാഡത്തെ മാത്രമായിരിക്കും. ആ വിശകല മാഡം ഇന്നലെ കുറച്ച് മഹത് വചനങ്ങൾ പറഞ്ഞ് ആ മഹത് വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറട്ടെ, നമ്മളോട് ഏതെങ്കിലും ഒരു സംസ്ഥാനക്കാർ പോട്ടെ, വേറെ ഏതെങ്കിലും രാജ്യക്കാർ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് മലയാളികളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ നോക്കാതെ കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ കൊടുക്കുന്നൊരു ഉത്തരം നമ്മുടെ കയ്യിൽ വിശകലയുണ്ട്, വിശകല മാടമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? സത്യമല്ലേ സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞത് വളരെ സത്യമല്ലേ? പക്ഷേ നമ്മളെ കേരളത്തിലെ പല മുസ്ലിങ്ങളും പല ക്രൈസ്തവരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട്. വിശകല മാടത്തെ കുറിച്ച് നിങ്ങളൊക്കെ അറിയാത്ത ഒരു സത്യം. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, നിങ്ങളുടെയൊക്കെ മുസ്ലിം പണ്ഡിതന്മാരോ ക്രൈസ്തവ പണ്ഡിതന്മാരോ നിങ്ങളെ കുറിച്ച് എത്ര സംസാരിക്കുന്നു, അതിന്റെയൊക്കെ 10 മടങ്ങ് വിശകല മേടം ഓരോ ദിവസവും മുസ്ലിങ്ങളെ കുറിച്ചും ക്രൈസ്തവരെ കുറിച്ചും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനു? ഊണിലും ഉറക്കത്തിലും മുസ്ലിങ്ങളെ കുറിച്ചും ക്രൈസ്തവരെ കുറിച്ചും മാത്രമാണ് നമ്മുടെ ഈ പാവപ്പെട്ട വിശകല മാടത്തിന്റെ ഓരോ നിമിഷത്തിൽ ചിന്ത. അത്രമേൽ മുസ്ലിങ്ങളെ ക്രൈസ്തവരെ നിങ്ങളെ നമ്മുടെ വിശകല മാടം സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ വിശകല മാടം ഇന്നലെ പറഞ്ഞ ആ നിർഗുണ മറുഗുണ വചനങ്ങൾ നമുക്ക് കേട്ടിട്ട് വന്നാലോ? നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ വാക്കുകൾ കടമെടുത്താൽ രാഷ്ട്രീയക്കാരന്റെ വാലോ ചൂലോ മാത്രം ആണ് അവർ എന്നൊരു ധാരണ അവരിലേക്ക് കടത്തിവിടാൻ ഇവർ വിജയിച്ചു, രാഷ്ട്രീയക്കാർ വിജയിച്ചു. ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകൾ ആനുകൂല്യങ്ങൾ ചോദിച്ചു. കണ്ടോ മുസ്ലിങ്ങളെ ക്രൈസ്തവരെ പറഞ്ഞു തുടങ്ങിയതിന്റെ ആദ്യ സെക്കൻഡ് തന്നെ മുസ്ലിങ്ങളും ക്രൈസ്തവരും നമ്മുടെ വിശകല മാടത്തിന്റെ നാവിൽ നിന്ന് വന്നു. ഞാനതാണ് പറഞ്ഞത്, മുസ്ലിം എന്നോ ക്രൈസ്തവരോ ഒന്ന് സംസാരിക്കാതെ നമ്മുടെ വിശകല മാടത്തിന് ശ്വാസം വരെ കിട്ടൂല. എന്തൊരു സ്ത്രീയാണിവർ, എന്തൊരു വനിതയാണിവർ. ഇവരുടെ വർത്താനം കേട്ടിട്ടുണ്ടല്ല, ഒരിക്കലും ഒരു സ്ത്രീയും ഇവരെ പോലെ ആകരുതേ എന്ന് കൊതിച്ചു പോകുന്നു. നമുക്ക് മാടത്തിന്റെ അടുത്ത മഹത് വർഗീയത കേട്ടിട്ട് വരാം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ വാക്കുകൾ കടമെടുത്താൽ രാഷ്ട്രീയക്കാരന്റെ വാലോ ചൂലോ മാത്രം ആണ് അവർ എന്നൊരു ധാരണ അവരിലേക്ക് കടത്തിവിടാൻ ഇവർ വിജയിച്ചു, രാഷ്ട്രീയക്കാർ വിജയിച്ചു. ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകൾ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നത് പോലെ ഇവിടുത്തെ സാമുദായിക സംഘടനകൾക്ക് വിലപേശൽ ശേഷി ഇല്ലാതായി. കാരണം രാഷ്ട്രീയക്കാരുടെ അടിമയാക്കി അവരെ മാറ്റിപ്പോയി. അങ്ങനെ നിലനിർത്തുന്നതിൽ രാഷ്ട്രീയക്കാർ വിജയിച്ചു എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ പദവികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകാം, അതിനൊരു പക്ഷേ അവരെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടാകാം. പക്ഷേ നടന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയല്ല, രാഷ്ട്രീയത്തിന്റെ അടിമകളാവുകയാണ് ഉണ്ടായത്. അണികൾ കൊടുക്കുന്ന ഒരു പിന്തുണ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ടോ അറിയില്ല. അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു നിലയും വിലയും ഹൈന്ദവ സംഘടനകൾക്കും കിട്ടുമായിരുന്നു. നിങ്ങൾ കണ്ടോ, ഒരു മിനിറ്റിനുള്ളിൽ 2 തവണയാണ് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും എന്റെ വിശകല മാടം ഓർത്തത്. ഞാൻ ചോദിച്ചു പോവുകയാണ്, മുസ്ലിങ്ങളെ ക്രൈസ്തവരെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ഒരു മിനിറ്റിനുള്ളിൽ 2 തവണ നിങ്ങൾ ഓർക്കാറുണ്ടോ? ഒരിക്കലും ഓർക്കാറില്ല. പക്ഷെ വിശകല മാടം നിങ്ങളെ ഒരുപാട് വെറുക്കുന്ന ആ വിശകല മാടം ഓരോ മിനിറ്റിലും 2-3 തവണയാണ് നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങളെ പറ്റി പറയുന്നത്. എന്നിട്ട് വിശകല മാടത്തിന് നിങ്ങൾക്ക് കൊടുക്കുന്ന പേര് വർഗീയവാദി. പിന്നെ കുറെ ആൾക്കാർ വിശകല എന്നുള്ള വിളിപ്പേരും കൊടുക്കും. അതുമാത്രമല്ല, യൂട്യൂബിലുണ്ടല്ല ഒരു രാമോ എന്ന് പേരിട്ടിട്ട് ഒരുത്തരുണ്ട്. ഓനാണെങ്കിൽ വിശകല മാടം എപ്പോഴാണോ വായ തുറക്കുന്നത് അതും കാത്തു നിൽക്കും. വിശകല മാടം എപ്പോ വായ തുറക്കുന്നോ അതുകൊണ്ട് എന്നിട്ട് യൂട്യൂബിലിട്ടിട്ട് വിശകല മാടത്തിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അത് അങ്ങനെ ഒരു സാധനം. പിന്നെ പ്രിയപ്പെട്ട വിശകല മാടം, ഒരുപാട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഏത് ഹിന്ദു സംഘടനക്കാണ് കേരളത്തിൽ അവസരം കിട്ടാതിരുന്നത്? SNDPക്കും വിശ്വകർമ്മക്കും ഏതൊക്കെ ജാതി സംഘടനകളുണ്ടോ അവർക്കൊക്കെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ കിട്ടിയിട്ടും വിശകല മാടത്തിന് മാത്രം കിട്ടുന്നതൊന്നും അറിയുന്നില്ല. നമുക്ക് വിശകല മാടം അടുത്തതായിട്ട് പറയുന്ന മഴത്തുള്ളികൾ പോലുള്ള വർഗീയ തുള്ളികൾ കേട്ടിട്ട് വരാം. പക്ഷെ അവിടെയൊക്കെ നമുക്ക് കാണാം, അവിടെയൊക്കെ ചെന്ന് ഏത്തവിടുന്നവർ, അവിടെയൊക്കെ ചെന്ന് കാല് നക്കി കൊടുക്കുന്നവർ, ആ ഭാഷ തന്നെ പറയട്ടെ, ഹിന്ദു സംഘടനാ നേതാക്കൾക്ക്, സാമുദായിക സംഘടനാ നേതാക്കൾക്കെതിരെയാണ് അവരുടെ ശക്തി മുഴുവൻ പ്രയോഗിക്കുന്നത്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഉറച്ചു പോകും. അത് സത്യമാണ്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ളതാണ് വാസ്തവം.
മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് ആരാ പറയുന്നത്? നമ്മൾ വിശകല ശശികല എന്ന വിശകല മാടം. എനിക്കെന്റെ ഈ രണ്ട് കണ്ണുകളെയും ഈ കാതുകളെയും വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശകല മാടത്തിന്റെ വായിന്നാണോ ഇമാതിരി വർത്താനം പുറത്തു വന്നത്? എത്ര മനോഹരമായിട്ടാണ് നാണവും മാനവും ഉളുപ്പില്ലാതാണ് വിശകല മാടം ചാനലിൽ വന്നിരുന്നിട്ട് ഇമാതിരി പച്ചക്കള്ളം പറയുന്നത്. ഉറങ്ങി എഴുന്നേക്കുമ്പോഴും എന്തിനു ഉറക്കത്തിൽ പോലും ജാതിയും മതവും മാത്രം പറയുന്ന, ജാതിയും മതവും മാത്രം ചിന്തിക്കുന്ന വിശകല മാടമേ, നിങ്ങൾ എന്നെ വീണ്ടും 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 അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ നമ്മൾ വിശകലമാടം ആദ്യം തന്നെ പറഞ്ഞ ആ മഹത് വാക്കുകൾ കേട്ടിനോ? കാല് നക്കുക. വാവ്, എന്താ വാക്ക്! വയലാർ എഴുതുമോ ഇതുപോലുള്ള മനോഹരമായ വാക്കുകൾ? പക്ഷെ സ്വയം ടീച്ചർ എന്ന് വിളിക്കുന്ന കുറെ കുട്ടികളെ പഠിപ്പിച്ചു എന്ന് പറയുന്ന വിശകലമാടം പറയും ഇതുപോലുള്ള വാക്കുകൾ. ഇതുപോലുള്ള വാക്കുകളല്ല, ഇതിലും വൃത്തികെട്ട വാക്കുകൾ വേണമെങ്കിൽ വിശകലമാടം പറയുകയും ചെയ്യും, ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്യും. നമുക്ക് വിശകലമാടം അടുത്തതായിട്ട് പറയുന്ന ആ മഹത് വർഗീയ വചനങ്ങൾ കൂടി കേൾക്കാം. വാ. പക്ഷെ മറ്റുള്ളവരൊക്കെ മതത്തെ കൊണ്ട് അല്ലെങ്കിൽ മതം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമായിട്ട് അകന്നു നിന്നുകൊണ്ട് കാര്യമില്ല. ആ അകന്നു നിൽക്കലാണ് മര്യാദയുടെ പുറത്താണ് സംഭവിച്ചതൊക്കെ. പക്ഷേ മര്യാദക്കാരന് പലപ്പോഴും ദോഷം ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥിതിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. തകരാറ് നമ്മൾ നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വം അല്ലെങ്കിൽ സഹിഷ്ണുത ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒറ്റ അർത്ഥമാണ് എടുക്കേണ്ടത്, ഹിന്ദു വിരുദ്ധം എന്നതാണ്. ഞാൻ മതേതരനാണ് എന്നൊരു ഹിന്ദു നേതാവ് അല്ലെങ്കിൽ ഒരു നേതാവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ഹിന്ദു സംഘടനകളുമായി ബന്ധമില്ല, ഞാൻ വർഗീയവാദി അല്ലെങ്കിൽ ഇന്നയാൾ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ അതിനുള്ളൂ, അല്ലെങ്കിൽ ഹിന്ദു സംഘടനയുടെ ആളുകളാണ്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനയുമായി ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു അർത്ഥം മലയാള ഭാഷയിൽ ഈ പദങ്ങൾക്ക് ഇന്ന് കാലം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, അതുപോലൊരു അവകാശം ഞങ്ങൾക്കും ഉണ്ട് എന്നെങ്ങനെ ഹിന്ദുക്കൾ പറഞ്ഞാൽ അവർ വർഗീയവാദിയായി പോവുകയും ചെയ്യും. എന്റെ വിശകലമാടം ഒരുപാട് സ്നേഹത്തോടു കൂടി ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കളെ വർഗീയവാദി എന്ന് ആരാണ് വിളിച്ചത്? ആരാണ് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടുള്ളത്? സംഘികളെയാണ് നമ്മൾ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. പിന്നെ വിശകലമാടം സംഖ്യ അല്ലാത്തതുകൊണ്ട് വിശകലമാടത്തിന് ആരും വർഗീയവാദി എന്ന് വിളിക്കില്ല. നിങ്ങൾ വിളിക്കേണ്ട പേരുണ്ടല്ല, അതിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത്രയും വൃത്തികെട്ട പേരാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അതുകൊണ്ട് വിശകലമാടം നിങ്ങൾ വിളിക്കേണ്ട പേരുണ്ടല്ല, ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മലയാളികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ വിശകലമാടം ഈ ഇന്ത്യയിൽ ഏത് ഹിന്ദുവിനാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയതാ നമ്മളെപ്പോലുള്ളവർക്ക്. ഇന്ത്യ മുഗളന്മാർ ഭരിച്ചപ്പോഴും കോൺഗ്രസുകാർ ഭരിച്ചപ്പോഴും കോൺഗ്രസുകാരും CPM-മാരും കൂടി ഭരിച്ചപ്പോഴും ഇവിടെ ഒരു ഹിന്ദുവും പേടിച്ചിട്ടില്ല, ഒരു ഹിന്ദുവിന് ഇവിടെ ജീവിക്കാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുമില്ല. പക്ഷെ ഹിന്ദുവിന്റെ പാർട്ടി എന്ന് മറ്റേ BJP വന്നിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് അധികാരത്തിൽ കയറിയിട്ട് നിങ്ങൾ ഭരണം തുടങ്ങിയ ശേഷമാണ് ഹിന്ദു പേടിക്കുന്നത്, ഹിന്ദുവിന് ജീവിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ BJP വന്നതിന് ശേഷമാണോ ഇന്ത്യയിൽ ഹിന്ദു ഇത്രമാത്രം പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നത്? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്റെ വിശകലമാടമേ? അതുകൊണ്ട് വിശകലമാടുണ്ടല്ല, മലയാളികളാ മതേതരൻ ആരാണെന്നോ വർഗീയവാദി ആരാണെന്നോ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. മലയാളികൾക്ക് കൃത്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും വർഗീയവാദി ആരാണ്, മതേതരൻ ആരാണെന്ന്. അതുകൊണ്ട് ആ പഠിപ്പും കൊണ്ട് മലയാളികളുടെ അടുത്തേക്ക് വിശകലമാടം തൽക്കാലം വരണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശകലമാടത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കുറ്റം പറയുന്ന സമയമില്ലേ, ആ സമയത്ത് നമ്മുടെ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്, അതിനെതിരെ സംസാരിക്കുക. അങ്ങനെ നമ്മൾക്കിടയിലുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് നല്ലതാണ് എന്റെ വിശകലമാടമേ. അങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ വിശകലമാടത്തിന് ചെയ്യാൻ പറ്റുമോ? വിശകലമാടത്തിന് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള ഉപകാരം എന്താണെന്നറിയാം? ഏതെങ്കിലും ഹിന്ദുവിനാ ഏതെങ്കിലും ഒരു മുസ്ലിം സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം ആ മുസ്ലിം ഹിന്ദുവിന് ചെയ്ത് കൊടുക്കുന്ന സഹായം ഉണ്ടല്ല, ആ സഹായം നമ്മൾ വിശകലമാടം നൈസായിട്ട് ഇല്ലാണ്ടാക്കൂ. എന്നിട്ട് ആ പാവപ്പെട്ട ഹിന്ദു ഇല്ലേ, ആ മുസ്ലിം സഹായിക്കുന്ന ഹിന്ദു, ആ ഹിന്ദുവിനെ ആണെങ്കിൽ വിശകലമാടം സഹായിക്കൂല, അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കൂല. പിന്നെ ഒരാളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചതല്ലാത്ത വിശകലമാടത്തിന്റെ അടുക്കുന്ന ഒരു നല്ല സഹായവും ഒരു നല്ല കാര്യവും മലയാളികൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് വിശകലമാടം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത ഉണ്ടല്ല, അത് തുടരുക തന്നെ ചെയ്യുക. മലയാളി നിങ്ങളെയും അതിജീവിക്കും. അപ്പൊ ഓരോ സെക്കൻഡിലും മുസ്ലിമിനെയും ക്രൈസ്തവരെയും മാത്രം ഓർത്ത് ജീവിക്കുന്ന എന്റെ വിശകലമാടത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.